നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ള 4 ക്രെഡിറ്റ് കാർഡുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. കണ്ടില്ലേ, ഈ 4 ക്രെഡിറ്റ് കാർഡുകളും ഇപ്പോൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് യാതൊരുവിധ ചാർജും നൽകാതെ വാങ്ങാൻ സാധിക്കും. അത്തരത്തിലുള്ള 4 ക്രെഡിറ്റ് കാർഡുകളാണ് പരിചയപ്പെടുന്നത്. ഇത് കൂടാതെ വേറെയും കാർഡുകൾ ഇതിനു മുൻപ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഏതായാലും എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിനോടൊപ്പം തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുള്ളതും ഈ ഒരു വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. ഇതുവരെ ഇങ്ങനെ കാര്യം അറിയില്ലല്ലോ ബ്രോ, പറഞ്ഞു തന്നതിന് താങ്ക്സ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുത്തോ, അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു അടിപൊളി ഗാഡ്ജറ്റ് കൂടി നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ വീഡിയോയുടെ പ്രധാന ഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്ന, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോട് കൂടിയ 4-in-1 ചാർജറാണ് ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാർജറാണിത്. നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഇതിന് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടോട് കൂടിയ, വയറുകളും കാര്യങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞു കിടക്കാത്ത, നമ്മുടെ വാഹനത്തിന്റെ സ്ഥലം മെനക്കെടുത്താത്ത ഒരു അടിപൊളി ഗാഡ്ജറ്റ് ആണ്. 100 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടായിട്ടുള്ള എല്ലാ സ്മാർട്ട് ഫോണുകൾക്കും ഇതിൽ ഉപയോഗിക്കാം. ഇതിൽ നമുക്ക് ടൈപ്പ് സിയും അതുപോലെ ലൈറ്റ്നിങ്ങും സപ്പോർട്ടാണ്. അഥവാ ഐഫോൺ ഉപയോഗിക്കുന്നവർക്കും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നവർക്കും ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും. അതുകൂടാതെ നിരവധി ഫീച്ചറുകൾ അടങ്ങിയ ഒരു ചാർജറാണ്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ്. നിങ്ങൾ ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് സാധനം കയ്യിൽ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ക്യാഷ് കൊടുത്താൽ മതി. അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്യാൻ സാധിക്കും. വാഹനം ഉപയോഗിക്കുന്നവർക്കൊക്കെ ഈ ഒരു ചാർജർ തീർച്ചയായും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത്തരക്കാരിലേക്കും ഇങ്ങനെ ഒരു ചാർജറിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഈ കാർഡുകൾ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാബിർ വരിക്കോടൻ. ഫേസ് ടൈം എന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് അപ്ലൈ ചെയ്യാൻ പോകുന്ന കാർഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ആക്സിസ് ബാങ്കിൻ്റെ ഫ്ലിപ്കാർട്ട് ക്രെഡിറ്റ് കാർഡാണ്. അതോടൊപ്പം തന്നെ IDFC ബാങ്കിൻ്റെ ക്ലാസിക് ക്രെഡിറ്റ് കാർഡ്. ഇതല്ലാത്ത മറ്റ് ക്രെഡിറ്റ് കാർഡുകൾ നിങ്ങൾക്ക് കിട്ടും. ഞാനിവിടെ പറയുന്ന ഈ കാർഡുകൾ മാത്രമല്ല, ചിലപ്പോൾ ഇതിൻ്റെ മറ്റൊരു കാർഡായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ RBLൻ്റെ ഒരു കിഡിൻ കാർഡ്, അതോടൊപ്പം തന്നെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള HDFC കാർഡ്. ഇങ്ങനെയുള്ള 4 കാർഡുകൾ നമുക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നേടാൻ സാധിക്കും. അതൊക്കെയാണ് നമുക്ക് നോക്കും. ഓരോന്നിൻ്റെ ബെനിഫിറ്റും നമുക്കിവിടെ പറയുകയാണെങ്കിൽ, ഫ്ലിപ്കാർട്ട് ആക്സസ് കാർഡിന് നിങ്ങൾക്കറിയാം, ഫ്ലിപ്കാർട്ടിന് എക്സ്ക്ലൂസീവ് ആയിട്ടുണ്ടാക്കിയ ഒരു കാർഡാണിത്. അതുകൊണ്ട് തന്നെ ഏതൊരു പർച്ചേസ് നിങ്ങൾ ഫ്ലിപ്കാർട്ടിലൂടെ നടത്തുകയാണെങ്കിലും അതിൽ നിങ്ങൾക്ക് 5% ക്യാഷ് ബാക്ക് നിർബന്ധമായിട്ടും ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ അത് കൂടാതെ മറ്റ് ബെനിഫിറ്റുകളുമുണ്ട്. സാധാരണ നമുക്ക് ലഭിക്കുന്ന റിവാർഡ് പോയിന്റുകൾ, അതോടൊപ്പം തന്നെ നോ കോസ്റ്റ് EMI ഓപ്ഷനുകൾ, അതുപോലെ മൂവി ടിക്കറ്റുകൾ, അങ്ങനെയുള്ള ബെനിഫിറ്റുകളും ഈ കാർഡിനൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ഓരോന്നും ബുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഓഫറുകൾ കാർഡുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതുപോലെ പെട്രോൾ പമ്പിലൊക്കെ ഇതിന് നല്ല രീതിയിലുള്ള ഓഫറുകൾ അവൈലബിൾ ആണ്. അതോടൊപ്പം IDFCൻ്റെതും ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് റിവാർഡ് പോയിന്റുകൾ നല്ല രീതിയിൽ ലഭിക്കുന്ന ഒരു കാർഡാണ്. മാത്രവുമല്ല ഇതിൻ്റെ റിവാർഡ് പോയിന്റുകൾ എക്സ്പയർ ആവുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതുപോലെ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും. യാതൊരുവിധ കോസ്റ്റും നൽകേണ്ടതില്ല. അതുപോലെ അപ്ലൈ ചെയ്യാനും പണം നൽകേണ്ടതില്ല. ഫ്രീ ആയിട്ട് തന്നെ ഫ്രീ കോസ്റ്റിൽ നമുക്ക് അപ്ലൈ ചെയ്യുകയും അതുപോലെ ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഇതിനെ ഉപയോഗിക്കാനും സാധിക്കും. ഫ്ലിപ്കാർട്ടിൻ്റെ ആക്സസിൻ്റെതെന്ന് പറഞ്ഞാൽ 500 രൂപ നിങ്ങൾ ഇതിന് ആനുവൽ ചാർജ് നൽകേണ്ടതുണ്ട്. അത് കുഴപ്പമില്ല. നിങ്ങൾ ഇതിൻ്റെ കാർഡ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാർഡ് ലഭിക്കുകയാണെങ്കിൽ 500 രൂപയുടെ ഒരു ഫ്ലിപ്കാർട്ട് വൗച്ചർ നിങ്ങൾക്ക് ലഭിക്കും. അതോടൊപ്പം ആ 500 രൂപ നിങ്ങൾ ജോയിൻ ഫീ നൽകുന്നത് അവിടെ മുതലാക്കാൻ സാധിക്കും. അതുകൂടാതെ നിങ്ങൾ ഓരോ പർച്ചേസ് ചെയ്യുമ്പോഴും അതിൻ്റെ ഓഫറുകളും അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ഈ 500 രൂപ ഒരു വർഷം കൊടുക്കുന്നത് യാതൊരുവിധ നഷ്ടവും വരാനില്ല. അതുപോലെ ഇത് ഫ്രീ ആയിട്ടാണ്. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യാതൊരു ഫീസും നൽകേണ്ടതില്ല. നേരത്തെ പറഞ്ഞ എല്ലാ ബെനിഫിറ്റുകളും ഇതിലും അവൈലബിൾ ആണ്. ഓരോ സീസൺ ടൈമിലും ഇതിൻ്റെ 10% ഓഫറുകൾ നമുക്ക് ലഭിക്കും. അത് കൂടാതെ മറ്റുള്ള സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള ഗ്രോസറീസിലൊക്കെ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റും ഈ ഒരു കാർഡിന് അവൈലബിൾ ആണ്. അതേ രീതിയിൽ തന്നെയാണ് RBL ബാങ്കിൻ്റെ ഈ ഒരു കാർഡും. RBLും ലൈഫ് ടൈം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഈ പറഞ്ഞ എല്ലാ ഓഫറുകളും ഇതിനും അവൈലബിൾ ആണ്. റിവാർഡ് പോയിന്റുകളും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. പിന്നെ HDFCൻ്റേത് പിന്നെ പറയേണ്ടതില്ലല്ലോ. ഇതിന് ചില കാർഡുകൾ ലൈഫ് ടൈം ഫ്രീ ആയിട്ടുണ്ട്. ചില കാർഡുകൾ നിങ്ങൾക്ക് 500 1000 അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കാർഡിൻ്റെ അനുസരിച്ചാണ് ഉണ്ടാവുക. ഞാനിവിടെ പറയുന്നതിന് ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ലിമിറ്റഡ് ആയിട്ടുള്ള ഓഫറാണ്. അപ്ലൈ ചെയ്ത് നോക്കാം. ഇതിനും ഈ പറഞ്ഞ എല്ലാ സൈറ്റുകളിലും വളരെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാർഡാണ് HDFC എന്നുള്ളത്. അതോടൊപ്പം തന്നെ 10% കിഴിവ് ആപ്പിൾ സ്റ്റോർ ആയാലും ശരി, അതല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടോ ആമസോണോ അതുമല്ലെങ്കിൽ സാംസങ്ങിൻ്റെ സ്റ്റോറോ, അതിലൊക്കെ നിങ്ങൾക്ക് 10% കിട്ടും. അതുപോലെ അത് മൈജി അങ്ങനെയുള്ള ഷോപ്പുകളിൽ നിന്നോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇലക്ട്രോണിക് ഷോപ്പുകളോ അങ്ങനെയുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നിങ്ങൾക്ക് ഇതിന്
ഓഫറുകൾ ലഭിക്കുന്ന ഒരു കാർഡാണിത്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ ഇതിന് നമുക്ക് വളരെ പെട്ടെന്ന് കിട്ടാനുള്ള 2-3 പൊടിക്കൈകൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴാണ്. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് അഡ്രസ്സ് എന്നുള്ളത് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ 2 അഡ്രസ്സുകൾ കൊടുക്കാൻ സാധിക്കും. ഒന്ന് നിങ്ങളുടെ ബിസിനസ് അഡ്രസ്സ്, അതല്ലെങ്കിൽ നിങ്ങളുടെ റെസിഡൻസ് അഡ്രസ്സ്. നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഏതെങ്കിലും സിറ്റിയുമായി കണക്റ്റ് ആയിട്ടുള്ള അഡ്രസ്സ് തന്നെ കൊടുക്കുക. അഥവാ എറണാകുളം സിറ്റി, അതല്ലെങ്കിൽ കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ, അങ്ങനെ ഏതെങ്കിലും സിറ്റി ബേസിലായിട്ടുള്ള അഡ്രസ്സുകൾ തന്നെ കൊടുക്കുക. നിങ്ങൾക്ക് അവിടെ അഡ്രസ്സ് ഇല്ല എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അങ്ങനെ ആരെങ്കിലും ഒരു ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് വഴി നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. നിങ്ങൾ അവിടെ വെരിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ സ്ഥലത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രം മതി. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതിൽ ഇതിൻ്റെയൊക്കെ മുഴുവൻ വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കാർഡുകളും ഞാൻ വിശദീകരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ RBL കാർഡിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ബാക്കിയുള്ള കാർഡുകളൊക്കെ ഞാൻ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓൾറെഡി ഞാൻ ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് ചെയ്യാത്ത വീഡിയോ ആയ RBLൻ്റെ ഈ കാർഡിന് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഇതേ രീതിയിൽ തന്നെയാണ് മറ്റുള്ള കാർഡുകൾക്കും അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയ ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിന്ന് നിങ്ങളുടെ പാൻ നമ്പർ നൽകുക. പാൻ നമ്പർ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി ഇതുപോലെ നിങ്ങളുടെ ഡീറ്റെയിലുകൾ ഡിറ്റക്ട് ആവുന്നതായിരിക്കും. ഇനി അഥവാ ഡിറ്റക്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പറും പാൻ നമ്പറിൽ നിന്നുള്ള നിങ്ങളുടെ പേര്, അതുപോലെ മെയിൽ ID, സിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പിൻകോഡും നൽകുക. നിങ്ങൾ റൂറലിലാണുള്ളതെങ്കിൽ അത് നൽകരുത്. സിറ്റി ബേസ്ഡ് ആയിട്ടുള്ളത് തന്നെ നിങ്ങൾക്ക് തൊട്ടടുത്ത് ഏതെങ്കിലും അഡ്രസ്സ് കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു പിൻകോഡ് തന്നെ നൽകുക. കാരണം അങ്ങനെ നൽകിക്കഴിഞ്ഞാലാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഈ കാർഡ് ലഭിക്കാൻ സാധ്യതയുള്ളൂ. അതിനുശേഷം താഴെ കാണുന്ന ബോക്സ് എനേബിൾ ചെയ്ത് സബ്മിറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് RBL ബാങ്കിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ഈ ഒരു ഭാഗത്തേക്ക് എത്തുന്നതായിരിക്കും. ഇവിടെ ചോദിക്കുന്ന ഡീറ്റെയിലുകൾ ഫില്ല് ചെയ്യുക. എൻ്റെ ഫസ്റ്റ് നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പാൻ കാർഡിൽ എന്താണോ ഫസ്റ്റ് നെയിം ആയിട്ടുള്ളത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മിഡിൽ നെയിം ഉണ്ടെങ്കിൽ മിഡിൽ നെയിം, അതുപോലെ ലാസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ ലാസ്റ്റ് നെയിം എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ പാൻ കാർഡിൽ എങ്ങനെയാണുള്ളത് അതേ രീതിയിൽ തന്നെ ആയിരിക്കണം ഇവിടെ പേര് ടൈപ്പ് ചെയ്യേണ്ടത്. അതുപോലെ നിങ്ങളുടെ ജെൻഡർ സെലക്ട് ചെയ്യുക. അതിനുശേഷം പാൻ കാർഡിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് മാനുവലായിട്ട് സെലക്ട് ചെയ്യുക. മുകളിൽ കാണുന്ന ഈ 2025 എന്ന് കാണുന്ന ഈ ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർഷം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നിന്ന് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്താണോ ആ ഒരു ഇയർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്ത് സെറ്റ് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ആധാറുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള ആ ഫോൺ നമ്പർ തന്നെ നൽകുക. അതിനുശേഷം നിങ്ങളുടെ ഒരു ഇമെയിൽ ID, അതിനുശേഷം നിങ്ങളുടെ സിറ്റി, നിങ്ങൾ ഏത് പിൻകോഡാണോ നൽകിയത് ആ ബേസിലുള്ള സിറ്റി തന്നെ നൽകുക. ഇനി അഥവാ നിങ്ങൾക്ക് ആ സിറ്റി ലഭിക്കുന്നില്ല എങ്കിൽ തൊട്ടടുത്തുള്ള സിറ്റി സെലക്ട് ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കൊടുക്കാനൊരു അഡ്രസ്സ് ഉണ്ടായിരിക്കണം. ഞാൻ നൽകിയ സിറ്റി സെലക്ട് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ഈ ഭാഗം സെലക്ട് ചെയ്ത് ക്യാപ്ച ക്ലിയർ ആവുന്നതായിരിക്കും. അതിനുശേഷം ഈ കാണുന്ന ചെക്ക് മാർക്ക് ഒന്നുകൂടി എനേബിൾ ചെയ്ത് ഗെറ്റ് OTP എന്നുള്ളത് കൊടുക്കുക. ഗെറ്റ് OTP എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വീണ്ടും ഒരു OTP വരുന്നതായിരിക്കും. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ കോഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. ശേഷം സെലക്ട് പിൻകോഡ് എന്നുള്ളത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ പിൻകോഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ്സ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇൻകം സോഴ്സ് എന്താണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അഥവാ സെൽഫ് എംപ്ലോയിഡ് ആണോ സാലറീഡ് ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഞാൻ സെൽഫ് എംപ്ലോയിഡ് ആണ്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം മന്ത്ലി ഇൻകം എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ചുമ്മാ ഒരു 50,000 കൊടുക്കുകയാണ്. അത്രയൊന്നും ഇല്ല കേട്ടോ, വെറുതെ കാർഡ് ലഭിക്കാൻ വേണ്ടി അത്ര കൊടുക്കുന്നതെന്ന് മാത്രം. അതിനുശേഷം പാൻ കാർഡ് നമ്പർ ഒന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ നിങ്ങളുടെ കമ്പനി നെയിം എന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ബോക്സ് എനേബിൾ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്നുള്ളത് കൊടുക്കുക. സബ്മിറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ലോഡാവുന്നതായിരിക്കും, വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യണമെങ്കിൽ അത് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഈ ഒരു ബാങ്കുമായി ബന്ധപ്പെട്ട ആളുകൾ നിങ്ങളെ കോൾ ചെയ്യുന്നതായിരിക്കും. കോൾ ചെയ്യുമ്പോൾ കൃത്യമായി എടുത്ത് സംസാരിച്ച് കൃത്യമായിട്ടുള്ള അവർ ചോദിക്കുന്ന ഡീറ്റെയിലുകൾക്ക് ഉത്തരം നൽകുക. അതിനുശേഷം ചിലപ്പോൾ വീഡിയോ KYC ആയിരിക്കും നിങ്ങൾക്ക് KYC ചെയ്യാൻ ആവശ്യപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ വീഡിയോ KYC നൽകുക. അതല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആ ഒരു റെപ്രസെൻറ്റന്റിനെ കണ്ട് നിങ്ങൾക്ക് KYC വെരിഫൈ ചെയ്യേണ്ടതുണ്ടാവും. അപ്പോൾ അവർ വിളിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അവിടെ ഹാജരാവുക. ശേഷം KYCക്ക് എന്താണോ പ്രൊസീജിയേഴ്സ് അത് അവർ തന്നെ പറഞ്ഞു തരും, അത് ചെയ്യുക. വളരെ സിമ്പിളാണ്. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അത്രയേ ഉള്ളൂ. അപ്ലൈ ചെയ്യാൻ യാതൊരുവിധ കാശും നിങ്ങൾ നൽകേണ്ടതില്ല. അപ്ലൈ ചെയ്ത് നോക്കുക. ഈ 4 എന്നല്ല നിരവധി കാർഡുകളുടെ ഡീറ്റെയിൽ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോന്നും അപ്ലൈ ചെയ്ത് നോക്കാം. ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മടിക്കാതെ അപ്ലൈ ചെയ്ത് നോക്കുക. ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഗതിയാണ് ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത്. അത് ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ബെനിഫിറ്റ് നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്യുമ്പോൾ
നിരവധി ക്യാഷ് ബാക്കുകൾ ലഭിക്കും. മറ്റോ ഏത് രീതിയിൽ നിങ്ങൾ പർച്ചേസ് ചെയ്താലും ആ ക്യാഷ് ബാക്കുകൾ നിങ്ങൾക്ക് ലഭിക്കില്ല. അതോടൊപ്പം തന്നെ ഒരു അത്യാവശ്യ സാഹചര്യത്തിൽ റൊട്ടേഷൻ നടത്തണമെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നടത്താൻ സാധിക്കും. മറ്റൊരാളോട് ചോദിച്ചാൽ ചിലപ്പോൾ തരുമായിരിക്കും, പക്ഷേ മുഖം വീർപ്പിച്ചുകൊണ്ടായിരിക്കും തരുന്നത്. പക്ഷേ ബാങ്ക് അങ്ങനെയല്ല. നിങ്ങൾ ആരാണെന്ന് ബാങ്കിന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമായ തുക പിൻവലിക്കാനുള്ള ഓപ്ഷൻസുകളുണ്ട്. അത് ഉപയോഗിക്കാം. ATM നിന്ന് പിൻവലിക്കാൻ പോകരുത്. ചാർജ് നന്നായിട്ട് ഈടാവും. അതുപോലെ ചാർജ് ചെറിയ രീതിയിൽ ഇടാവുന്ന ഓപ്ഷനുകളൊക്കെ ഉണ്ട്. അതിന് ഉപയോഗിക്കാം. മുമ്പോട്ടുള്ള വീഡിയോയിൽ നമുക്കതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ക്രെഡിറ്റ് കാർഡിനെ ഉപയോഗിക്കുക. ക്രെഡിറ്റ് കാർഡ് കയ്യിലുണ്ടല്ലോ എന്ന് കരുതി അനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പ്രാരാബ്ദങ്ങൾ കൂടും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. മെയിൻറ്റെയിൻ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ക്രെഡിറ്റ് കാർഡ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അറിയാത്തവർ അറിഞ്ഞിരിക്കട്ടെ. അപ്പോൾ എന്തായാലും പുതിയ ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക. നന്ദി, നമസ്കാരം.